മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ് എന്ന ചാക്കോച്ചന്റെ തോട്ടത്തിൽ നിന്നെടുത്ത പഴമൊഴി പോലെ ഒന്നിച്ചു വന്ന ഈ വാക്യങ്ങൾ കേട്ടപ്പോൾ കഞ്ചാവ് തന്നെ ഒന്ന് കൺഫ്യൂസ് ആക്കി തുടങ്ങി. വിനായകനെ പറ്റി കഞ്ചാവിനും ഒരു സംശയം തോന്നി. ഞാനാണോ അഡിക്റ്റ്, ഇദ്ദേഹമാണോ അഡിക്റ്റ്? നിനക്ക് എന്ത് യോഗ്യതയുണ്ട് വിനായക ലഹരിക്കെതിരെ സംസാരിക്കുന്നവരെ വിമർശിക്കാൻ, അതും ഇത്രയും നീചമായി? ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് നടൻ വിനായകൻ. ചിലർക്ക് അദ്ദേഹത്തെ ഒരു റിയൽ ആക്ടർ എന്ന നിലയിൽ ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പല പൊതു പ്രസ്താവനകളും എഴുത്തുകളും പോസ്റ്റുകളും അതിലേറെ അവയുടെ പശ്ചാത്തലങ്ങളും നോക്കുമ്പോൾ അതെല്ലാം വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കള്ളടിച്ചു മൂത്ത് പഴുത്ത് സകൃതം അടിച്ചു പോയ എഴുന്നേറ്റ് നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവർമാർ പൊതുവേദിയിൽ വന്നിരുന്ന ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയും ദുരന്തവുമാണെന്നാണ് നടൻ വിനായകന്റെ പോസ്റ്റ്. ഇത് ദുരന്തമാണ്. മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ്. കള്ളനാണേലും കഞ്ചാവാണേലും പെണ്ണാണേലും സ്വന്തമായി പൊങ്ങാനാവാത്ത മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന ടെക്നോളജിയെ കുറിച്ച് ഒന്നും അറിയാത്ത നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നതെന്നും ചത്ത ഈ ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ, ചാകാറായാൽ വീട്ടിൽ പോരുന്ന ചത്തോണം. സിനിമ നിന്നെയൊക്കെ മയക്കുന്നത് കൊണ്ടല്ലേടാ മക്കളെയും തള്ളി അതിലേക്ക് കയറ്റിവിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ നടൻ സലിം കുമാറിനെ ഉന്നമിട്ടാണ് വിനായകന്റെ ഈ വാക്കുകളെന്നാണ് സൂചിപ്പിക്കുന്നത്. ചേലേമ്പ്ര NMS സ്കൂളിൽ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ നടൻ സലിം കുമാർ പരിപാടിക്ക് ശേഷം തിരികെ പോകവെ കാല് വഴുതി വീണിരുന്നു. പെട്ടെന്ന് തന്നെ ഒപ്പമുണ്ടായിരുന്നവർ അദ്ദേഹത്തെ പിടിച്ചുയർത്തി. പിന്നീട് കാറിലേക്ക് അദ്ദേഹം സ്വയം നടന്നു പോവുകയും ചെയ്തു. പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് മടങ്ങവെയായിരുന്നു സംഭവം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സലിം കുമാറിനെ അപമാനിച്ചുകൊണ്ടുള്ള വിനായകന്റെ FB പോസ്റ്റ് എന്നാണ് കമന്റുകൾ. അല്ല വിനായക, വെല്ലോരെ വിമർശിക്കാൻ അതിന് തനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? വിമർശിച്ച ആളാണെന്ന് മനസ്സിലായി. വിമർശിച്ച നിങ്ങളുടെ യോഗ്യതയാണ് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത്. ചത്ത ശവങ്ങൾ എന്ന നിലയിൽ നീ അടിച്ച പോസ്റ്റ് എന്ത് തരത്തിലുള്ള അസഹിഷ്ണുതയാണെന്ന് പറയാൻ മാത്രം ഞാൻ സാങ്കേതിക ഭാഷയിൽ പോലും വാക്കുകളില്ല. ഒരു മനുഷ്യൻ പതറിയാൽ കൈ കൊടുക്കേണ്ടത് നമ്മുടെ സംസ്കാരമാണ്. നീ പറഞ്ഞ പോലെ തോളിൽ താങ്ങി കൊണ്ടുപോകേണ്ടത് ആചാരമാണ്. അതിനു പകരം പുച്ഛം നിറഞ്ഞ കമന്റുകൾ. അതൊക്കെ എന്ത് യുക്തിയാണോടോ വിനായക? നീയല്ലേ അറിയിച്ചിരുന്നത് താൻ ഒരിക്കലും ബോധം വിട്ടു പോകുന്നില്ല എന്ന്? അതെ, ഫോണിൽ ലൈവ് ഇടുമ്പോൾ താങ്കളെ കാണാനാകാത്തത് മറക്കാനാകുമോ? ബോധം നഷ്ടപ്പെട്ടതല്ല ആ സംഭവം. ചത്ത ശവമാണോ, അല്ലെങ്കിൽ അതൊരു കാഴ്ചക്കരുതിയാണോ? മക്കളെ, ഒരാളുടെ കഴിവ് ഒറ്റയടിക്ക് പ്രതിഭയാക്കുന്നില്ല. ജീവിതം വേദിയാണെങ്കിൽ വിനായകന്റെ കയറൽ കഷ്ടമാണ് കാണാൻ. കാരണം അത് ബോധത്തോടെയുള്ള കയറ്റമല്ല, ക്യാമറയും എഡിറ്റും കാത്തിരിക്കുന്ന ലഹരിക്കുള്ള വീഴ്ചയാണ്. വിനായകയെ കളിയാക്കുന്നവരെ കുറിച്ചല്ല ഇനി ചിന്തിക്കേണ്ടത്. ഒന്ന് നേരെ കണ്ണാടി നോക്ക്. നീയല്ലേ യഥാർത്ഥ പ്രശ്നം. ഉയരം എന്നത് തോളിൽ കയറി നേടുന്ന കാര്യമാണെന്നാണേൽ നീയും എപ്പോഴും ആ തോളിന് നന്ദി പറയേണ്ടിയിരിക്കും, കുറച്ചെങ്കിലും ബോധമുള്ളപ്പോൾ. വിനായകൻ തന്നെ നിരവധി അഭിമുഖങ്ങളിലും സ്വീകരണങ്ങളിലും ഒക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് താൻ ഒരു കാലത്ത് ലഹരി മരുന്നുകളും മദ്യവും ഉപയോഗിച്ചിരുന്നുവെന്ന്. പിന്നെ ഈ അനുഭവങ്ങൾ മുതലാക്കി അദ്ദേഹം പൊതുവേദികളിൽ സാന്നിധ്യമാകുമ്പോൾ ആ പാഠം പങ്കുവെക്കുക എന്നത് നല്ലതായിരിക്കും. പക്ഷെ ഇന്നത്തെ അവസ്ഥയിലോ അദ്ദേഹം അതുപോലുള്ള സത്യാന്വേഷണം ഒഴിവാക്കി മറ്റുള്ളവരെ ലജ്ജിപ്പിക്കാൻ മാത്രമായിട്ടാണ് ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്നത്. വിനായകൻ ഒരു കഴിവുള്ള നടനാണ്, അതിൽ ഒന്നും പറയേണ്ടതില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അവനവന്റെ അറിവും അനുഭവവും ഉപയോഗിച്ച് മറ്റുള്ളവരെ താഴെയിറക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ ഒരു പൊതുനിലപാട് തന്നെ വരും. ജീവിതത്തിൽ വീണുപോയവർ വീണ്ടും എഴുന്നേൽക്കുന്ന കാഴ്ച നമ്മളെ പ്രചോദിപ്പിക്കണം, പരിഹസിക്കരുത്. സലിം കുമാർ പോലുള്ള വ്യക്തിത്വങ്ങളെ കളിയാക്കുന്നതിലും നീയൊക്കെയല്ലേ യഥാർത്ഥ ഡ്രഗ് എന്ന ചോദ്യം വിനായകനെ തന്നെ നേരെയാക്കാൻ നിർബന്ധിക്കട്ടെ.